ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബദ്രൂസ് കിച്ചൻ. അപ്പോൾ നോമ്പ് രണ്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കും. നോമ്പ് സമയം ആയതുകൊണ്ട് തന്നെ വീഡിയോ കാണാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും, എന്നാലും ഒന്ന് ഓണാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് സമൂസ ഉണ്ടാക്കണം, അതുപോലെ തരിക്കഞ്ഞി കാച്ചണം, അങ്ങനെ അല്ലറ ചില്ലറ പണികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാം വ്യക്തമായിട്ടൊന്നും എടുത്ത് പറയാനൊന്നും ഞാൻ നിൽക്കണമൊന്നുമില്ല. തരിക്കഞ്ഞി കാച്ചാൻ വേണ്ടി ആദ്യം തന്നെ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട്. തരിക്കഞ്ഞി ഞാൻ മാത്രമേ കുടിക്കുള്ളൂ കേട്ടോ, കുട്ടികൾക്കൊന്നും അധികം ഇഷ്ടമല്ല. അപ്പോൾ ഇത് തന്നെ ഉണ്ടാക്കിയാലും 2 ദിവസത്തിനൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു നുള്ളു ഉപ്പിട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് പഞ്ചസാര കേട്ടോ. ഒരു നേരിയ മധുരം തന്നെ ഇതിലുണ്ടാവുള്ളൂ. പിന്നെ അത് കുറച്ച് സേമിയ നെയ്യിലൊന്ന് വറുത്തെടുത്തതാണ്, അതും കൂടെ അതിലിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ അങ്ങോട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കും. എനിക്ക് 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ ആകെ ഒരു പാലിൽ തന്നെയാണ് തരിക്കഞ്ഞി കാച്ചാൻ വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് കുറച്ച് മുട്ടക്കറി വെക്കാനാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള മസാലകളൊക്കെ അത് ഉള്ളിയൊക്കെ ഒന്ന് വാട്ടി വന്നപ്പോൾ മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിനും സഹകരണത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അങ്ങനെ കറിയൊക്കെ നല്ലോണം ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ കുറച്ച് തേങ്ങ കൂടെ ഇതിൽ അരച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. മുട്ടക്കറി വെക്കാനാണ്. അപ്പോൾ മുട്ട ഉടച്ചൊന്നും ഒഴിക്കുന്നില്ല, വെറുതെ മുട്ട ഇങ്ങനെ പുഴുങ്ങിയിട്ടിട്ടാണ് കേട്ടോ വെക്കുന്നത്. 1-ാമത്തെ നോമ്പിനൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ അന്നൊന്നും പറ്റിയില്ല കേട്ടോ. ഓരോ കൺഫ്യൂഷനായിരുന്നു, ഓരോ തിരക്കും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് 1-ാമത്തെ നോമ്പ് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞൊന്നുമില്ല. ഇതവിടെ മുട്ടക്കറിയൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ കുറച്ച് ചെറിയുള്ളി നെയ്യിലൊന്ന് വാട്ടിയെടുക്കുകയാണ്, മൂപ്പിച്ചെടുക്കുകയാണ്. തരിക്കഞ്ഞിക്കാണ് തരി കാച്ചിനായിട്ട് ഇതുപോലെ ചെറിയുള്ളിയൊക്കെ ഇട്ടാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അത് തരി കാച്ചി ഒഴിച്ചു. അങ്ങനെ തരിക്കഞ്ഞി കാച്ചിൽ കഴിഞ്ഞു. പിന്നെ മുട്ട മസാലക്കറി അതും ഉണ്ടാക്കി കഴിഞ്ഞു. ഇന്നപ്പോൾ പഴംപൊരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇന്നലെ സമൂസയൊക്കെ ഉണ്ടാക്കിയിരുന്നു, അതായത് നോമ്പ് 1-ന് സമൂസ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇന്ന് പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള മാവൊക്കെ കുറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഓയിലൊക്കെ ഒഴിച്ചു. അപ്പോൾ അങ്ങനെ എൻ്റെ കൂട്ടുകാർക്ക് നോമ്പൊക്കെ അങ്ങനെയുണ്ട്, കാലാവസ്ഥയൊക്കെ എന്താണ്. അപ്പോൾ ഇവിടെ ഇന്നലെ നല്ല മഴയൊക്കെ പെയ്തു കേട്ടോ. അപ്പോൾ ഇന്നും അധികം വെയിലൊന്നുമില്ല, ചെറിയൊരു മഴമൂട്ടമൊക്കെ ഉണ്ട്. ക്ഷീണമൊന്നും തോന്നിക്കണമൊന്നുമില്ല കേട്ടോ അധികം. അപ്പോൾ നിങ്ങളുടെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ എങ്ങനെയാണൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. എന്നും വറുത്തതും പൊരിച്ചതും പറയുമ്പോൾ ഒരു പാട് തന്നെയാണല്ലേ. പക്ഷേ കുട്ടികളുള്ളവിടെ അത് ഒഴിവാക്കാനും പറ്റില്ല കേട്ടോ. ആ സമയമാകുമ്പോൾ എന്തെങ്കിലും 2 അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുക തന്നെ വേണം. അപ്പോൾ കുറച്ചൊക്കെ ഉണ്ടാക്കുകയെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എന്നും ഉണ്ടാക്കുക ഞാൻ പറയുന്നുണ്ട്, എന്നും ഉണ്ടാക്കുന്നില്ല, ഇടയ്ക്കൊക്കെ എണ്ണക്കടി ഇല്ലാതെ ഓരോ ദിവസമൊക്കെ അങ്ങനെ പോകണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആ സമയമാകുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരു ഇടങ്ങേറ് പോലെ തന്നെയാണ്. അപ്പോൾ പഴമൊക്കെ കുറച്ച് പഴംപൊരി ഉണ്ടാക്കി, പിന്നെ അതിൻ്റെ ബാക്കിയുള്ള മാവിൽ ഒരു ചെറിയൊരു സബോള മുറിച്ചിട്ടിട്ട് ഒരു പൊക്കവട പോലെ അതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതേ പാന് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് കയ്പ്പയ്ക്കുണ്ട്, അതും കൂടി ഒന്ന് ഉപ്പേരി വെച്ച് വെക്കാനാണ്. രാത്രി കഞ്ഞി കുടിക്കുകയാണെങ്കിലും എടുക്കാം, ഇനിയിപ്പോൾ അത്താഴത്തിനാണെങ്കിലും എടുക്കാം എന്ന് കരുതിയിട്ടിട്ട്. അപ്പോൾ ഉള്ള പണിയൊക്കെ വേഗിച്ചെടുക്കാനെ തീർത്താൽ പിന്നെ ഒരു ഭാഗത്ത് ഇരിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ കയ്പ്പയ്ക്ക് ഞാനൊക്കെ അത് മുറിച്ച് റെഡിയാക്കി അതും വെച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇന്ന് കടിയെന്ന് പറഞ്ഞാൽ തലേ ദിവസം മേടിച്ച് കുറച്ച് പൊറോട്ടയുണ്ട്, അത് ഒന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ കുറച്ച് പത്തിരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടി വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. പിന്നെ കയ്പ്പയ്ക്ക ഒന്നിങ്ങനെ വാട്ടിയെടുക്കണം. അപ്പോൾ ഇതെല്ലാ പണിയും കഴിഞ്ഞ് പിന്നെയാണ് കേട്ടോ കയ്പ്പയ്ക്ക ഞാൻ ഉപ്പേരി വെക്കാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ഇത് ചെറിയ തീയിലിട്ട് കൊടുത്താൽ അതങ്ങനെ അവിടെ കിടന്ന് അങ്ങനെ വെന്ത് വന്നോളും. അപ്പോൾ ഈ സമയം എൻ്റെ മക്കളിങ്ങനെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യും, അങ്ങനെ ഓരോ പണികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇത് കുറച്ച് ചെറിയ ഉള്ളിയാണ് കേട്ടോ, അതിങ്ങനെ ഒരു പുളിങ്കറി വെച്ചതാണ്. അതിലൊരു കോഴിമുട്ടയും കൂടെ ഉടച്ചൊഴിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഈ നോമ്പ് സമയത്തൊക്കെ നമുക്കിങ്ങനെ നല്ല വൈകി ചൊടിയുള്ള കറികളൊക്കെയാണല്ലോ നല്ല ഇഷ്ടം. അപ്പോൾ നോമ്പ് തുറക്കലേണ്ടി ചോറ് തിന്നാനായിക്കോട്ടെ, പിന്നെ അത്താഴത്തിന് വേണമെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ കറികളൊക്കെ നേരത്തെ തന്നെ വെച്ചത്. പിന്നെ അത് തണ്ണിമത്തം മുറിച്ചിട്ടുണ്ട്, ഈത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് തണ്ണിമത്തം ഒന്ന് ജ്യൂസാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കുറച്ച് നന്നാരി വെള്ളം അതും കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ താമസിക്കുന്നിടത്ത് പള്ളി കുറച്ച് അടുത്തായത് കൊണ്ട് തന്നെ അതിൽ നോമ്പ് തുറക്കാനൊന്നും ഇപ്പോൾ പള്ളിക്കാണ് കേട്ടോ പോകുന്നത്. നേരത്തെ താമസിക്കുമ്പോൾ അത് പറ്റിയില്ല, പള്ളി കുറച്ച് അകലമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ തന്നെ നോമ്പ് തുറക്കുക. അപ്പോൾ പിന്നെ നോമ്പ് തുറക്കാനൊക്കെ പള്ളിയിൽ തന്നെയാണ് കേട്ടോ പോയി നോമ്പൊക്കെ തുറന്നിട്ട് വരിക. അപ്പോൾ നമ്മുടെ മുൻഭാഗത്ത് തന്നെയാണ് പള്ളിയൊക്കെ ഉള്ളത്. അങ്ങനെ നല്ല സെറ്റപ്പാക്കി ഇനി കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കണതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുമ്പ് തന്നെ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചാൽ നമുക്കൊരു മനസ്സിനൊരു സമാധാനമാണല്ലേ. പിന്നെ എരിഞ്ഞു പൊരിഞ്ഞ് നിൽക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെയാണ് കേട്ടോ, എല്ലാം ഒരു നോമ്പ് മുമ്പ് തന്നെ ഒന്ന് ആക്കി വെക്കും കേട്ടോ. എത്ര വൈകിയെങ്കിലും നേരത്തെ തന്നെ അവിടെ നിന്ന് എല്ലാ പണിയും കഴിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഞാൻ പുറത്ത് വന്നിരിക്കും. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെ കൊടുക്കലൊക്കെ ആയിട്ട് പിന്നെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ആ സമയം നമ്മൾ വീഡിയോ എടുക്കാനൊന്നും നിൽക്കില്ലല്ലോ അല്ലേ. പിന്നെ ഇഷാ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ പൊറോട്ടയൊക്കെ വെയിറ്റ് ചെയ്ത് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.